ഇത്ര ആത്മവിശ്വാസത്തോടെ അവൻ മല ചവിട്ടണമെങ്കിൽ അവന്റെ കാലിന് എന്തെങ്കിലും സ്വാധീനം കിട്ടിക്കാണുമല്ലോ പ്രതാപ. കാലിന് സ്വാധീനം കിട്ടിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാ. എടാ, നീ പറഞ്ഞത് അവന്റെ വലതുകാലിനോടൊപ്പം ഇടതുകാലും ചലിക്കുന്നല്ലേ? പക്ഷേ അവന്റെ നട്ടലിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. അത് നേരെയാവാതെ എങ്ങനെയാടാ അവൻ നടക്കുന്നത്? പാമേട്ടാ, അവനോടൊപ്പം ആ മാർക്കോയും ലോപ്പോസും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ കണ്ണന് കയറാൻ പറ്റുമല്ലോ. പിന്നെ ഡോളിയുടെ സഹായം ഉണ്ടാവും. എടോ പ്രതാപ, വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ് അവന്റെ പിറന്നാൾ ദിവസം. അന്നേ ദിവസം ആക്സിഡന്റിലാണ് അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെയാണ് അവന്റെ കാലിന്റെയും നട്ടലിന്റെയും സ്വാധീനം പോയത്. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദിവസമാണ് അവന്റെ പിറന്നാൾ ദിവസം. അങ്ങനെയുള്ളവൻ ഈ വൃശ്ചിക മാസത്തിൽ മല ചവിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേട് പോലെ. അവൻ ഓരോ ദിവസം കഴിയുന്തോറും ആ പഴയ അവസ്ഥയിലേക്ക് വരികയാണച്ചാ. ഇതിനെല്ലാം കാരണം അവൾ ആരാധിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹമാ. അതിനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എടുത്തോണ്ട് പോയി ആറ്റിലെറിഞ്ഞാലും തിരിച്ചു വരുന്ന വിഗ്രഹം അത്. ജീവനുള്ള വിഗ്രഹം. അയ്യപ്പസ്വാമിയാ മഹാലക്ഷ്മിയുടെ ഉയർച്ചയ്ക്ക് കാരണം. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ ഒരു മാർഗവും ഇല്ലേ? അല്ല, ഉണ്ണിയും കരുണയും വിചാരിച്ച അത് എടുത്ത് കളഞ്ഞൂടെ അങ്ങളെ? അവര് കളഞ്ഞാലേടാ, അതല്ലേ തിരിച്ചു വന്നത്. എന്റെ അങ്ങളെ, ആ വിഗ്രഹം എങ്ങനെയെങ്കിലും എടുത്ത് എന്റെ ഒന്ന് താ. പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ദൈവങ്ങളെ ഒന്നും തൊട്ട് കളിക്കണ്ട. മഹാലക്ഷ്മി ദൈവത്തിന്റെ പുത്രിയായിട്ടായി എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത 2-3 ആണുങ്ങൾ വിചാരിച്ചാൽ അവളെ തളയ്ക്കാൻ പറ്റത്തില്ലേ? കണ്ണന്റെ അച്ഛൻ അവനേക്കാളും കരുത്തനായിരുന്നു ഒരു സമയത്ത്. അന്നാണ് അവനെ നിശബ്ദനാക്കിയത്. പക്ഷേ നമ്മളിപ്പോ തോറ്റോണ്ടിരിക്കുന്നത് കണ്ണന്റെ മുന്നിലല്ല, അവന്റെ ഭാര്യയുടെ മുന്നിലാ. എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഇതുവരെയും തോർന്നിട്ടില്ല. അതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിക്ക് ഉടനെ എന്തെങ്കിലും സംഭവിക്കണം. അയാളെ വിളിക്കുന്ന ആ ടെക്സ്റ്റൈൽസിലെ മാനേജർ. ഹലോ സാറേ, സാർ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. ആ, എന്തു പറ്റിടോ? സാറൊന്ന് വാ, എന്നിട്ട് പറയാം. എന്താടാ? ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ പോയിട്ടാ. എന്റെ അങ്കിളെ ഒരു തെമ്മയ്ക്കാട് പണിക്കിറങ്ങി. വേറൊരുത്തി ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരിയായി. പക്ഷേ രണ്ടിനെയും അവിടെ നിന്നെല്ലാം ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചു. ഇപ്പോഴേ ജീവിക്കാൻ കഴിയാതെ പെരുവഴിയില രണ്ടും. അതിനിടയ്ക്ക് എന്തിനാണ് അയാൾ നിന്നെ വിളിച്ചത്? ആ, ഒന്നും അറിയില്ല ചാ. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്റെ പ്രതാപ, അവനെ താനൊന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. കണ്ണന്റെ മഹാലക്ഷ്മിയുടെ പിന്നാലെ നടന്ന നമ്മുടെ ബാക്കിയുള്ള ആയുസൂടെ പോത്തേ ഉള്ളൂ. അവരൊക്കെ ചെറുപ്പമാ. ഞാനും ഈ കാര്യത്തിൽ ചെറുപ്പമാവാൻ വേണ്ട. എന്റെ ആയുസ് കൊടുത്തിട്ടാണെങ്കിലും മഹാലക്ഷ്മിയുടെ ആയുസ് എടുക്കണം. ആ ഒരു ഒറ്റ ചിന്തയിലാ ഞാനിപ്പോ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്.